എവ്രി വൺ വെൽക്കം ബാക്ക്. അങ്ങനത്തെ കോളേജ് ട്രിപ്പിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആട്ടോ അത്. നമ്മളങ്ങനെ മുരുടേശ്വര ടെമ്പിളിൽ നിന്ന് നമ്മളൊന്ന് സ്റ്റേ അടിക്കുന്ന പ്ലേസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേ അടിക്കുന്ന പ്ലേസിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് പോണ സ്ഥലത്തേക്ക് ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ കയറി പെട്ടെന്ന് എത്താൻ പറ്റുമേ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ട്രെയിനായിട്ട് അങ്ങോട്ട് പോവാണ്. വേറെ ട്രെയിനൊന്നും കിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ തന്നെ ട്രെയിൻ അയക്കാമെന്ന്. അപ്പം നമ്മുടെ സ്റ്റേക്ക് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എന്താണ്, നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, സ്റ്റേയുടെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കിടന്ന് ബീച്ചിൽ കിടന്ന് പറയലായിരുന്നു എന്നൊക്കെ. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകണമല്ലോ, നമുക്ക് വിശക്കില്ലേ. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകളാണ് നേരത്തെ കണ്ടത്. നമ്മൾ ട്രെയിനിലൊക്കെ കയറിപ്പോയത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണോ അതോ കേവ് കാണണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേവും കാണണം ഫുഡും കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ കേവിൽ കയറിയേക്കാം കേട്ടോ. ആ കേവിൻ്റെ ഉള്ളിൽ വലിയ കേവ് അല്ല കേട്ടോ, ചെറിയൊരു കേവ്, കുഞ്ഞു കേവ് എന്നൊക്കെ. ആ കേവിൻ്റെ ഉള്ളിൽ ചെറിയൊരു അമ്പലമുണ്ട്. പിന്നെ ഇതുണ്ട്, ഇങ്ങനെ മുത്തുകൾ ഒട്ടിച്ച് വെച്ചാണ് പോലെയാണ് ഇതിൻ്റെ മേൽഭാഗം കാണാനായിട്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതിന്മേൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഊറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഇതിന് നല്ലൊരു ഗ്ലേസിങ്, എന്താ പറയുക, ഡയമണ്ടൊക്കെ മേളിൽ ഒട്ടി പിടിച്ചിരിക്കണ പോലെ, ഇങ്ങനെ മുത്തുകൾ ഒട്ടി പിടിച്ചിരിക്കുമ്പോൾ നല്ലൊരു ഇത് വരില്ലേ, ഫ്ലാഷ് ലൈറ്റിലും അതുപോലത്തെ ഒരു ഫീല്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി റിട്ടേൺ പോവാട്ടോ. അപ്പോൾ എന്താ പറയുക, ബീച്ചിൻ്റെ ഉള്ളിൽ കുറേ നടന്നിട്ട് വേണം നമ്മൾ സ്റ്റേയുടെ അവിടേക്ക് എത്താനായിട്ട് തിരിച്ച്. അപ്പോൾ അങ്ങനെ കുറേ കടലുകളും മലകളും താണ്ടി ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി പോവാന്നൊക്കെ. അപ്പോൾ എത്താൻ വേണ്ടി പോണ കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പടക്കം പൊട്ടനുണ്ടായിരുന്നു എന്നർത്ഥം. അങ്ങനെ പടക്കം പൊട്ടണതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു. കാരണം മണലിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പീഡിൽ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലത്തെ കാഴ്ചകളായിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.